നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണോ? ആങ്കർ ഇസ് എ വേസ്റ്റ് ഓഫ് എനർജി. ഓക്കെ. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടണ്ടേ? ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം. ഒരു ഇമോഷനും അടക്കി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല. നമുക്ക് ഉള്ള ഇമോഷൻസ് എല്ലാം പ്രകടിപ്പിക്കാൻ തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ യുനോ if someone doesn't understand your argument and shout and try to pull you into violence, be wise enough not to get provoked. അല്ലേ? ആരെങ്കിലും നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാതെ നമ്മളടുത്ത് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിലേക്ക് ഇത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ you should be wise enough not to get provoked and get out of that situation. Not easy. ഇത് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാട്ടോ, പക്ഷെ നോട്ട് ഈസി. ലേൺ ആൻഡ് മാസ്റ്റർ ടു ഡു ഇറ്റ്. ഓക്കെ. നമ്മൾ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആൻഡ് നെഗറ്റീവ് പീപ്പിളിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യണം. ഇത് ഡെവലപ്പ് ചെയ്യാതെ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ഈസി ഫോർ പീപ്പിൾ ഹു ആർ ദേഷ്യം ഉള്ള ആൾക്കാർക്ക് ഭയങ്കര പാടുള്ള ഒരു പരിപാടിയാണ്. So you cannot remain calm at all the time. There are negative people and situations can pull you into violence. Okay. But violence, as everyone knows, it's not good അല്ലേ? വയലൻസ് ഒരിക്കലും ഒരു കാര്യത്തിനും പരിഹാരമല്ല. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഓക്കെ. സ്റ്റേ അവേ ഫ്രം വയലൻസ്. മറ്റേ ആറാറ ഏത് സിനിമയ്ക്കകത്താണ്, മറന്നുപോയല്ലോ. വയലൻസ് ഐ ഹേറ്റ് വയലൻസ് ബട്ട് വയലൻസ് എന്നെ തേടി വരും എന്നൊക്കെ പറയുന്നൊരു ഇതുണ്ടല്ലോ. ഓക്കെ. സോ നമ്മൾ കഴിയുന്നതും വയലൻസിൽ നിന്ന് മാറി നിൽക്കണം. പക്ഷേ if there is a threat, if someone comes to you, if he's posing a threat or danger, നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരാളെടുത്ത് വയലൻസ് കൊണ്ടല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. ചുമ്മാ കൈയും കൂപ്പി നിന്നിട്ടൊന്ന്, അല്ലെങ്കിൽ പണ്ട് ആരാ പറഞ്ഞ ഒരു കള്ള് കാണിച്ചു കൊടുത്ത മറ്റേ കള്ളും കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇറ്റ്സ് സിമ്പിൾ ആസ് ദാറ്റ്. യുവർ വോയിസ്, but learn to master to not get angry and stay away from negativities. Thank you.